എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ഞാനിപ്പോൾ ഒരു കുക്കറി ഷോ എന്ന് പറയുന്നതല്ല, ജസ്റ്റ് ഇങ്ങനത്തെ ഫുഡ് ഐറ്റം ഒക്കെ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ളൊരു ഫീലും സ്പെഷ്യൽ എക്സ്പീരിയൻസ് ഒക്കെ ആയിരുന്നു ഇത്. അത് കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിക്കുമ്പോൾ ഇങ്ങനെ മീനിൻ്റെ കാര്യങ്ങളെല്ലാം പറയുമ്പോഴാണ് അങ്ങനെ നമുക്ക് ഓലക്കുടിയൻ മീനൊന്ന് കഴിക്കാൻ ഒരു ആഗ്രഹം. അപ്പോൾ നമുക്കൊന്ന് വാങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് അവിടെ സ്ഥിരം പോകുന്ന ഒരു മീൻ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ ഫ്രഷ് മീൻ വണ്ടി അപ്പം വന്നതേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് തന്നെ ആ പറഞ്ഞ് ഏതാ മീൻ വേണ്ടത് ചോദിച്ചപ്പോൾ ഓലക്കുടിയനെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയോ, 1 kg 1 കിലോ ഓർഡർ ചെയ്തു. എന്നിട്ട് അവർ തന്നെ അതൊക്കെ ക്ലീനാക്കി കട്ട് ചെയ്ത് തന്ന് എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട്. നല്ല ഫ്രഷ് മീനാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അവർ പഴയതൊന്നുമല്ല നമുക്ക് തരുന്നത്, ഫ്രീസറിൽ വെച്ചിട്ടോ അങ്ങനത്തെ ഒന്നുമല്ല, പക്ക ഫ്രഷ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, വാങ്ങിയിട്ട് ഇന്നത്തെ ഒരു സ്പെഷ്യൽ പറയുന്നത് ആൻറ്റിയുടെ സ്പെഷ്യൽ ടേസ്റ്റ് ഉള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അത് ആൻറ്റി തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ജസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് നിന്നത് മാത്രമേ ഉള്ളൂ. അതേപോലെ ക്യാമറ പിടിക്കാനും മാത്രമേ ഞാൻ നിന്നിട്ടുള്ളൂ. ഇന്നത്തെ ആൻറ്റിയുടെ സ്പെഷ്യൽ വിഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോയി എങ്ങനെയാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലേക്ക് പോകാം. കഴുകി വെച്ചിരിക്കുന്ന മീനാണിത്, മീൻ കഷ്ണങ്ങളാണ്. നല്ല വൃത്തിയായിട്ട് കഴുകി 1 kg ഉണ്ട്. ഓക്കെ, ഇതിൽ വേണ്ടത് ഉലുവയും അതേപോലെ കടുകും. ഓക്കെ, അത് ജസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ വരെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ്, മുളക് പൊടി ഇതിൽ 5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ഒരു 2 ചെറിയൊരു കഷ്ണങ്ങൾ ഉണ്ടാവില്ല, അതിന് ചെറുതായിട്ട് നമ്മൾ അരിയണം. ഓക്കെ, നീളത്തിൽ വേണം ഇത് അരിയാൻ. പിന്നെ പച്ചമുളക് 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, പിന്നെ കുടംപുളി. ഓക്കെ, ആ കുടംപുളി എടുക്കുക, അത് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയുള്ളി ഇത്ര ഒരു ഇതിൽ ഏകദേശം ഒരു 10-30 മേലെ ഉണ്ട്. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 10-15 എണ്ണത്തിൻ്റെ മേലെയുണ്ട്. ഓക്കെ, അപ്പോൾ അതും എടുക്കാം. പിന്നെ മല്ലിപ്പൊടി എടുക്കാം. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിക്ക് നമുക്ക് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നോർമൽ മുളക് പൊടിയാണ്. ഇത് നിങ്ങൾക്ക് കളറും കൂടി കിട്ടണമെങ്കിൽ കാശ്മീർ മുളക് പൊടിയും സാധാരണ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെന്നുള്ളവർക്ക് അതും ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെ അത്ര എരിവ് കോമ്പൻസേറ്റ് ചെയ്തിട്ട് പോവുകയും ചെയ്യും, എന്നാൽ കളറും കിട്ടും. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചെന്ന് പറയുമ്പോൾ ഇതിലൊരു 2.5 ടേബിൾ സ്പൂൺ ഓളം ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് അളന്നിട്ടല്ല, അല്ലാതെ ഡയറക്റ്റായിട്ട് തന്നെ നമ്മളത് എന്താ പറയുക ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും കടുകില്ലേ അത് ഇടുക. ഇതൊന്ന് പൊട്ടി, കടുകൊക്കെ ഒന്ന് പൊട്ടില്ലേ, അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പില ഒരു 2 തണ്ട് അങ്ങനെ, അതിൽ ലീവ്സ് ഇല്ലേ അത് ഇട്ടാൽ മതിയാവും. ഇനി കൂടുതൽ ഇട്ടാൽ കുഴപ്പമില്ല, കാരണം അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ഒരു 1/4 വേവൊക്കെ ആകുന്ന സമയത്ത് വേണമെങ്കിലും കറിവേപ്പില നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഇതിൽ വേണ്ടിയിട്ടുള്ള കറിവേപ്പില മാത്രം ജസ്റ്റ് ഒന്ന് താളിച്ചു കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലൊന്ന് ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതൊക്കെ ചെയ്യണ സമയത്ത് മാക്സിമം തീയിൽ വെക്കണ്ട, സ്ലോയിൽ വേണം വെക്കാൻ. ദെൻ ഇഞ്ചി നീളത്തിലാണ് ഇത് അരിയേണ്ടത്, അല്ല ചെറുതായിട്ടല്ല, നീളത്തിൽ അരി, എന്നാൽ ആ ഒരു മീനിൽ അത് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് നൈസായിട്ടൊന്ന് നീളത്തിൽ കൂടെ അരിഞ്ഞു കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പച്ചപ്പ് മണം പോകണ്ടേ, അതിന് വേണ്ടിയിട്ട്. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അത് എന്ത് ചെയ്യുക, വഴറ്റിയെടുക്കുക. അതായത് ആ ഒരു പച്ചപ്പ് പോകുന്നത് വരെ എന്ത് ചെയ്യണം, നമ്മളത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഈ ഒരു പരുവം ആവുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി എന്നൊക്കെയല്ലേ പറയുന്നതില്ലേ, അത് വന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, ഓക്കെ, അതായത് 2 ടേബിൾ സ്പൂൺ ഇടുക. ഓക്കെ, ഇനിയിപ്പോൾ അതല്ല കൂടുതൽ നമ്മൾ എടുത്ത ക്വാണ്ടിറ്റി കുറച്ച് കൂടിയാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ചാറ് ആവുന്ന സമയത്ത് നമ്മൾ ടേസ്റ്റൊക്കെ നോക്കുമല്ലോ, അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ഉള്ളിക്ക്, പച്ചമുളക്, ഇതിന് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളൊരു ഏകദേശം ഒരു ഉപ്പ് അറിയാമല്ലോ, ആ അളവിന് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. തീ മാക്സിമത്തിലല്ല, മിനിമം സ്ലിമ്മിൽ വേണം അത് വെച്ചേക്കാൻ. അത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത് ഒരു 1/4 വേവ് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അടച്ച് വെച്ചിട്ട് അതൊന്ന് വെന്ത് കിട്ടണ പോലെ, ഓക്കെ, അങ്ങനെ അടച്ച് വെക്കുക.
അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഒരു പരുവാവ് അതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിട്ടുള്ളൊരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടിയില്ലേ, ആ മുളക് പൊടി അതേപോലെ തന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണാണ് അതെടുക്കുക. ഈ പറഞ്ഞ മുളക് പൊടി ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന നോർമൽ എരിവുള്ള മുളകാണ് ഇട്ടിരിക്കുന്നത്, മുളക് പൊടി ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് കളർ കിട്ടാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ്മീർ മുളക് പൊടി വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ, അതേപോലെ എരിവുള്ള 2 ടേബിൾ സ്പൂൺ, ഒരു 2.5 അല്ലെങ്കിൽ 2.25 3 ടേബിൾ സ്പൂൺ, അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കളറും കിട്ടും എരിവും കിട്ടും കേട്ടോ. ദെൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം കേട്ടോ. മഞ്ഞൾപ്പൊടി എന്തായാലും നിർബന്ധം തന്നെയാണ്, അത് ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്തൊക്കെ സ്റ്റൗ വന്നിട്ട് സ്ലിമ്മിൽ വേണം വെക്കാൻ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു 3 ചെറിയ കഷ്ണം പറഞ്ഞാൽ അറിയില്ല കുടംപുളിയുടെ അളവ്, അത് 3 എണ്ണമാണ്. അതിൽ നമ്മൾ വെള്ളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചില്ല, അത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു കുറുകി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഇളക്കുമ്പോൾ സമയത്ത് കേട്ടോ. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ഈ ചാറ് അതിലേക്ക് ഉപ്പ് കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം. ഇതിലേക്ക് നമുക്ക് ഒരു 3 ചെറിയ കപ്പില്ലേ, 3 ചെറിയ കപ്പ് വെള്ളം ഒഴിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കുപ്പി ഗ്ലാസ്സിലെ കുറച്ച് വലിപ്പമുള്ള കുപ്പി ഗ്ലാസ്സില്ലേ, ആ കുപ്പി ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് എന്ത് ചെയ്യുക, ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ എന്നിട്ട് നമുക്കിതിൽ വേണമെങ്കിൽ ഒന്നും ടേസ്റ്റ് നോക്കാം. ഉപ്പ് എന്തായാലും മുളക് കുറയാൻ ചാൻസ് ഒന്നുമില്ല, നമ്മൾ അതനുസരിച്ചിട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ഉപ്പ് കറക്റ്റാണോ എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ടേസ്റ്റ് ചെയ്ത് നോക്കാനൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉപ്പിൻ്റെ കുറവായിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റ് തോന്നുകയാണെങ്കിൽ ഉപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഇതൊരു തിള വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. ജസ്റ്റ് മാക്സിമത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി മാക്സിമത്തിൽ വെച്ച് ഈ ഒരു തിള നന്നായിട്ട് വരും. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. മീൻ കഷ്ണങ്ങൾ ഇടുന്ന സമയത്ത് സ്ലോവിലാക്കുക കേട്ടോ, സ്ലിമ്മിലേക്ക് വെക്കുക. കാരണം ഇതിന് തെറിച്ച് പോകാൻ അങ്ങനത്തെ അതൊന്നും ആവണ്ട. അപ്പോൾ അതൊന്ന് മിനിമയത്തിൽ വെക്കുക. പിന്നീട് അത് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുക. വേണമെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്ത് നോക്കാം, ഉപ്പുണ്ടോ, മുളക് കുറവുണ്ടോ നോക്കാം. മുളക് എന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമ്മളത് ഇടുമ്പോൾ സമയത്ത് അതനുസരിച്ചിട്ട് ഇടും. ഇൻ കേസ് നിങ്ങൾക്ക് മുളക് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം തീ മാക്സിമത്തിൽ വെച്ചേക്കണം, 5 മിനിറ്റ്സ് മാക്സിമം. പിന്നെയുള്ള ഒരു 10 മിനിറ്റ്സ് ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ സ്ലിമ്മിലേക്ക് വെച്ചേക്കുക. അങ്ങനെ വെച്ച് അത് നന്നായിട്ട് കുറുകി വരണം. കുറുകി വന്നതിന് ശേഷം ഈ പറയുന്ന എണ്ണയുണ്ടല്ലോ, ഈ എണ്ണ എല്ലാം തന്നെ തെളിഞ്ഞ് ആ സൈഡിൽ ഇങ്ങനെ മൊത്തം മേലേക്ക് തന്നെ വരാം. മുളകും എണ്ണയും അതൊക്കെ ആയിട്ട് അതിൽ തന്നെ വരും. അതായത് 5 മിനിറ്റ്സ് നമ്മൾ ഓൾറെഡി മാക്സിമത്തിൽ തീ വയ്ക്കും. അതിന് ശേഷം നമ്മൾ മീഡിയം, അതായത് ലോ അല്ല, ഇത്തിരി കുറച്ചൊന്ന് കൂടുതലാക്കിയിട്ട് വയ്ക്കും. പക്ഷെ നമ്മൾ അടച്ചിട്ടാണ് വെക്കേണ്ടത്. എന്നിട്ട് അതൊരു വീണ്ടും 10 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു 5 മിനിറ്റ്സ് കൊണ്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ടേസ്റ്റ് ഉപ്പ് മുളക് എന്തെങ്കിലും വേറെ കുറവുണ്ടോ നോക്കുക. ഇനി ചിലപ്പോൾ വെളിച്ചെണ്ണയുടെ കുറവ് ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഇപ്പോൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കറിവേപ്പില ഇപ്പോൾ ഇടുന്നവർക്ക് കറിവേപ്പിലയും എന്ത് ചെയ്യാം, ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിൽ ഇപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ ജസ്റ്റ് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നേ, അപ്പോൾ അതുകൊണ്ട് എഗെയിൻ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു എണ്ണയും മുളകും ഉപ്പും എല്ലാം ഈ പറഞ്ഞ മീനിലേക്ക് ഇറങ്ങണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. തീയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഫ്ലെയിം സ്ലോവിൽ വയ്ക്കുക, മീഡിയത്തിലേക്ക് വയ്ക്കുക. ഇനി സ്ലോ ആയാലും സ്ലിമ്മിൽ വെക്കില്ല, അതായാലും കുഴപ്പമില്ല. എന്തായാലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ആകെ അത് നമ്മൾ വെച്ചതിന് ശേഷം 5 മിനിറ്റ്സ് മാത്രമേ മാക്സിമത്തിൽ വെക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം സ്ലിമ്മിലോ അല്ലെങ്കിൽ മീഡിയത്തിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. ഇത് കണ്ടോ, ഒരു 10-11 മിനിറ്റ് ആവുന്ന സമയത്ത് ഈ എണ്ണ ചുറ്റുമുള്ളതൊക്കെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ വന്നിരിക്കും. അത് മൊത്തം കവർ ചെയ്ത് പോലെ വരും. മാക്സിമം ഈ എണ്ണ മേലോട്ട് ഇങ്ങനെ മൊത്തം കവർ ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആ മീൻ കറക്റ്റായിട്ട് ആയി കണ്ടോ, ഇതേപോലെ ഒരു സെറ്റായി, ഇല്ലെങ്കിൽ മീൻ കറിയുടെ ഒരു ഇത് നമുക്ക് കറക്റ്റായിട്ട് വന്നു എന്ന് ഇങ്ങനെയാണ് അറിയുക. ഇത്ര ലെവലിൽ വരണം. ഇടയിൽ നമ്മളിപ്പോൾ 1/4 വേവ് ഇങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതിന് ശേഷം പച്ചവെള്ളമോ അങ്ങനെയൊന്നും ആഡ് ചെയ്യാനേ പറ്റില്ല. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എക്സ്ട്രാ ചെയ്യണത് ചെയ്താൽ കുഴപ്പമില്ല. ഉപ്പോ മുളകോ മഞ്ഞൾപ്പൊടി അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്താൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യരുത്, വെള്ളമൊന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട. അത് തിളച്ച വെള്ളം പോലും ഇതിലേക്ക് ഒഴിക്കേണ്ട. നമ്മൾ ഫസ്റ്റ് തന്നെ അതൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടുള്ള അളവിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
എണ്ണ കണ്ടോ ഈ പറഞ്ഞ എല്ലാം മൊത്തം മേലെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, അതാണ് അതിൻ്റെ മീൻ കറിയുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ആയി നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഷുവർ ഗ്യാരൻറ്റിയാണ്. അത് കാണാൻ എത്ര ഭംഗിയുണ്ടോ അതുക്കും മേലെയാണ് ടേസ്റ്റ്. ഓക്കെ, നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഇനിയിപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ദിവസം കഴിക്കുന്നതിനെക്കാട്ടും ഡബിൾ മടങ്ങാണ് പിറ്റേ ദിവസത്തേക്ക് മീൻ കറി, ഈ ഒരു ടൈപ്പ് ഓഫ് മീൻ കറി നമുക്ക് കഴിക്കുമ്പോൾ കിട്ടുന്നത്. എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ഓലക്കൊടിയൻ മീനാണ്, അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ എന്തായാലും വേറൊരു റെസിപ്പിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കണ്ടൻറ്റുമായിട്ട് വരാം. ഓക്കെ, എനിവേ താങ്ക് യു.